ഖുബാഅുകാര് പരസ്പരം ശണ്ട കൂടുന്നു, സംഘട്ടനത്തിലാണ്. ആ സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അരികിൽ വിവരമെത്തി. ഹത്താ തറാമൂ ബിൽ ഹിജാറ, കല്ലുകൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഏറുവരെ നടക്കുന്നു. ആ രൂപത്തിൽ പ്രശ്നമുണ്ട് അവിടെ. നബിതങ്ങൾക്ക് വിവരം കിട്ടിയപ്പോൾ സ്വഹാബത്തിനോട് നബിതങ്ങൾ പറയുകയാണ്, ഇദ്ഹബൂ ബിനാ നുസ്ലിഹു ബൈനഹും, നമ്മൾക്ക് പോയി അവർക്കിടയിൽ രജ്ഞിപ്പുണ്ടാക്കാം, യോജിപ്പുണ്ടാക്കാം, അവരെ മസ്ലഹത്താക്കാം. മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നേരിട്ട് ഇടപെടുകയാണ്. നബിതങ്ങൾ നേരിട്ട് ആ വിഷയം കൊണ്ട് ഏറ്റെടുത്ത് അവർക്കിടയിൽ പ്രശ്നത്തിന് പരിഹാരം ഉണ്ടാക്കാൻ വേണ്ടി അള്ളാഹുവിന്റെ ഹബീബ് നേരെ അവർക്കിടയിലേക്ക് ചെല്ലുകയാണ്. ഒരു ദിവസം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹയുടെ വീട്ടിലെത്തി. ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹയുടെ വീട്ടിലെത്തിയപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പുതിയാപ്പിളയാകുന്ന അലിയാർ തങ്ങളെ കാണുന്നില്ല വീട്ടിൽ. ചോദിച്ചു, എവിടെ പോയി ഭർത്താവ്, എവിടെ പോയി? നബി തങ്ങളോട് പറഞ്ഞു, ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹ കാന ബൈനി വ ബൈനഹു ശൈഉൻ ഫഗാളബനി, ഞങ്ങൾ തമ്മിൽ ചെറിയൊരു അസ്വസ്ഥത, അസ്വാരസ്യമുണ്ടായി, എന്നോട് ദേഷ്യം പിടിച്ചു, അങ്ങനെ അങ്ങ് ഇറങ്ങിപ്പോയതാണ്. ചിലപ്പോൾ ഉണ്ടാവുമല്ലോ അങ്ങനെ ചില സംസാരങ്ങൾ, അങ്ങോട്ടും ഇങ്ങോട്ടും സന്ദർഭവും സാഹചര്യവും തിരിച്ചറിയാതെ വരുന്ന സാഹചര്യത്തിൽ ഉണ്ടാകുന്ന സംസാരങ്ങൾ. ആ സംസാരങ്ങളിൽ മനുഷ്യന് ദേഷ്യം വരുമല്ലോ. അങ്ങനെ ദേഷ്യം വന്നിട്ട് ഇറങ്ങിപ്പോയതാണ്. ഫലം യഖ്ൽ ഇൻദി, എന്റെ അടുത്ത് ഇപ്പോൾ ഈ സമയത്ത് ഉറങ്ങുന്ന സമയമാണ്, ളുഹറിന് മുമ്പുള്ള നേരമാണ്. ഈ വീട്ടിൽ കുറച്ചു സമയം വിശ്രമിക്കുന്ന ഒരു നേരമാണ്. ഇവിടെ ഉറങ്ങാതെ അലിയാർ തങ്ങൾ അതാ ഇറങ്ങി വീട്ടിൽ നിന്ന് പോയി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരാളെ വിളിച്ചിട്ട് പറഞ്ഞു, അലിയാർ എവിടെയൊന്നും അന്വേഷിക്കൂ. മകളെ ഉപ്പയാണ് വന്നത്, അമ്മോശനാണ് വന്നത്. അമ്മോശൻ വന്നിട്ട് ഇവിടെ ഇപ്പൊ എന്താ ചെയ്യുന്നത്? മോളുമായിട്ട് പണങ്ങിപ്പോയ ആളാണല്ലേ, എന്നാ പിന്നെ പുതിയാപ്പിളന്റെ വഴിക്ക് പോട്ടെ, ഇനി ആ ബന്ധം ഇനി നമ്മൾ തുടരണ്ട എന്നൊന്നുമല്ല തീരുമാനം. ആളുകൾ അങ്ങനെയല്ലോ, പെട്ടെന്ന് ആക്ഷൻ എടുക്കുമല്ലോ. വേഗം അവര് എന്താണ് അതിന്റെ വരാനിരിക്കുന്ന കാര്യങ്ങളെന്നോ വരും വരായികകളെ പറ്റി ആലോചിക്കാതെ പെട്ടെന്ന് അവര് അതങ്ങ് നടപ്പിലാക്കുകയാണ് ചെയ്യുക. മനസ്സിൽ വന്ന ആശയം നടപ്പിലാക്കുകയാണ് ചെയ്യുക. ഇതാണ് ആളുകളുടെ പ്രകൃതം. അതുകൊണ്ട് സംഭവിക്കുന്ന എന്താണ്? വലിയ ബന്ധങ്ങൾ തകർന്നു പോവുകയാണ്. എത്രയോ കുടുംബങ്ങളിൽ ഭാര്യ ഭർത്താക്കന്മാരിൽ വേർപിരിയലുകൾ, ഇഴപൊട്ടലുകൾ സംഭവിക്കുന്നതിന്റെ ഒരു പ്രധാനപ്പെട്ട കാരണം ഇതാണ്. നമ്മളിങ്ങനെ അന്വേഷിച്ചു നോക്കിയാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാകുന്ന അമ്മോശൻ അലിയാർ തങ്ങൾ എവിടെ എന്ന് അന്വേഷിക്കാൻ ഒരാളെ പറഞ്ഞേക്കുകയാണ്. ആ ആള് വന്നിട്ട് പറഞ്ഞു, ഹുവ ഫിൽ മസ്ജിദി റാഖിദുൻ, പള്ളിയിൽ ഉറങ്ങുന്നുണ്ട് നബിയേ. അലി റളിയല്ലാഹു അൻഹു പള്ളിയിൽ ഉറങ്ങുന്നുണ്ട്. ഇതാണ് കിട്ടിയ മറുപടി. പള്ളിയിൽ ഉറക്കത്തിലാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ എന്താ ചെയ്തെന്നറിയോ? ഹബീബിന്റെ ഒരു രീതി നോക്കൂ നിങ്ങൾ. നബി തങ്ങൾ അതാ പള്ളിയിലേക്ക് ചെല്ലുകയാണ്. ആ പള്ളിയിൽ ഉറങ്ങുന്ന അലി റളിയല്ലാഹു അൻഹു, പള്ളി നല്ല കാർപ്പറ്റും മൊസൈക്കും മാർബിളും ടൈലും ഒന്നുള്ള പള്ളിയല്ല. അതിങ്ങനെ മണല് കോരിയിട്ട് ഉറപ്പിച്ചു വെച്ചിരിക്കുന്ന നിലം മാത്രമാണ്. ചിലപ്പോ ഉറച്ചിട്ടുണ്ടാകൂല. ആ പള്ളിയിൽ അലി റളിയല്ലാഹു അൻഹു അവിടുത്തെ ചുമലിൽ നിന്ന് റിദാ തട്ടമൊക്കെ നീങ്ങിപ്പോയിട്ടുണ്ട്. അവിടുന്ന് ഉറക്കിലാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അലിയാർ തങ്ങളുടെ അരികിൽ വന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഇങ്ങനെ ആ തോളിൽ നിന്ന്, ചുമലിൽ നിന്ന് മണ്ണിങ്ങനെ തട്ടിയിട്ട് പറയുകയാണ്, ഖും യാ അബാ തുറാബ്, ഖും അബാ തുറാബ്. മണ്ണിൽ കിടക്കുന്ന ആ മണ്ണ് പുരണ്ട ആളൊന്ന് എഴുന്നേൽക്കൂ. ആ വാക്ക് കേൾക്കുമ്പം തന്നെ പിന്നെ എല്ലാ പണക്കവും പോയില്ലേ. അല്ലെങ്കിൽ നബി തങ്ങളോട് പണക്കമൊന്നുമില്ലട്ടോ.
നബിതങ്ങളോട് പിണക്കൊന്നും ഉണ്ടായിരുന്നില്ല. ഇവിടെ ഇടപെടുന്നത് അമ്മോശനാണ്. എത്ര മാതൃകാപരമായ ഇടപെടലാണ്. ആ കുടുംബത്തിലുണ്ടായ ഒരു ചെറിയ അസ്വസ്ഥതയെ ഹബീബായ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ എത്ര മാന്യമായി പരിഹരിക്കുന്നു, സ്നേഹം പ്രകടിപ്പിക്കുന്നു. മസ്ലഹത്താണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ ജീവിതത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം.